നിങ്ങൾ എപ്പോഴാണ് മറ്റുള്ളവരുടെ മുന്നിൽ ദരിദ്രനാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളോട് ഏതെങ്കിലും ഒരു വ്യക്തി കുറച്ച് പണം കടമായി ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം വരെ ഇല്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവും പരിവട്ടവും ആ വ്യക്തിയുമായി പങ്കുവെക്കുന്നു. സ്പോട്ടിൽ നമ്മൾ ദരിദ്രനാണ് എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി. ഇനി ചില ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ പറയണമെന്നില്ല, സ്വാഭാവികമായും ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നോളൂ. അത്തരം ശീലങ്ങൾ ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ഈ ശീലങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾ എന്ന വ്യക്തി എന്നതുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് നിങ്ങൾക്ക് വരുന്ന ക്യാഷുമായി ബന്ധപ്പെട്ടും. നിങ്ങൾക്ക് വരുന്ന ക്യാഷുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തേത് ടൈം. നമ്മൾ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? ഒന്നെങ്കിൽ ടി വി കാണാൻ വേണ്ടി വളരെ വലിയ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്പോർട്സ് ആക്ടിവിറ്റി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രാത്രി എന്നില്ല പകലെന്നില്ല വളരെ വലിയ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വളരെ വലിയൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റീവായി കിട്ടേണ്ട കാര്യങ്ങൾ പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. എന്നാൽ ഇത്തരം ടൈം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യം ലേൺ ചെയ്യാൻ വേണ്ടി, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കാം, യൂട്യൂബ് തന്നെ ഉപയോഗിക്കാം, ധാരാളം കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പഠിക്കാം. ഇങ്ങനെ പഠിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത് കരിയറിലെ ഗ്രോത്തിലോട്ട് നമ്മൾ നയിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ സമയത്തോ നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നില്ല. ആ ടൈമിന് കിട്ടുന്ന ഒരു വാല്യൂ മാത്രം പിന്നീടോ നമുക്ക് വെറും ലോസ് മാത്രമായിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കരിയർ ഗ്രോത്തിലോട്ട് നയിക്കും. രണ്ടാമത്തത് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക എന്നത്. സ്വാഭാവികമായും സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് രാത്രി 1 മണിക്കും 3 മണിക്കും ഒക്കെ ആയിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. എഴുന്നേൽക്കുന്നതോ 10 മണിക്കും 12 മണിക്കും ഒക്കെ. സ്വാഭാവികമായും വളരെ വലിയൊരു ടൈം നമ്മൾ ഉറങ്ങി തന്നെ കളയുന്നുണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായി ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ കളയുന്നുണ്ട്. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ എത്രത്തോളം നേരത്തെ എഴുന്നേൽക്കുന്നോ അത്രത്തോളം ടൈം നമുക്ക് കൂടുതൽ കിട്ടുമെന്നാണ് പറയാറ്. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കും, അത്രയും ടൈം നമുക്ക് കൂടുതൽ കിട്ടും. അല്ലാത്ത പക്ഷം ഉറങ്ങി സമയം തീർക്കുന്നവൻ ലൈഫിലുടനീളം ഉറങ്ങി സമയം തീർക്കും, അവൻ മടിയനായിരിക്കും. മൂന്നാമത്തതാണ് വിജയിക്കാൻ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ചിന്താഗതി. ഈ ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്നത് നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഗ്രോത്ത് ഒന്നും തന്നെ കിട്ടാതെ പോകും. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളുമായി കണക്ട് ചെയ്യും, അവരുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിക്കും എന്നുള്ള ചിന്താഗതി അനാവശ്യമാണ്. കാരണം ഓരോ വ്യക്തിയും അവനവൻ എങ്ങനെ ജയിക്കാം എന്നാണ്, അല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെ വിജയിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നമ്മൾ ഒരു വ്യക്തി വന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അവിടെ പ്രൊഡക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യും. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യാതെ നമുക്ക് വേണ്ടുന്ന ഗ്രോത്തിലോട്ട് നമ്മൾ കയറി പോകുന്ന സമയത്ത് പല ആൾക്കാരുമായി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അവർ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവർ എന്നെ വിജയിപ്പിക്കും എന്നുള്ള ആ ചിന്താഗതിയാണെങ്കിൽ ലൈഫിലുടനീളം അങ്ങനെ ഇരിക്കത്തേയുള്ളൂ, അവർ വിജയിക്കാൻ പോകുന്നില്ല. നാലാമത് കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം ആ ടൈമിനെ നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ലോങ് ടൈമിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ സത്യത്തിൽ രക്ഷപ്പെടുക തന്നെയാണോ ചെയ്തത്? അല്ല, നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്. എന്തുകൊണ്ട്? അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതെന്താണോ സോൾവ് ചെയ്യേണ്ടത് അതിനുള്ള ആക്ഷൻ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ അവിടെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നീട് ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പ്രോബ്ലം കൃത്യമായി നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം വരാതിരിക്കാൻ എന്ത് പ്രിക്കോഷൻ നമുക്ക് എടുക്കണമെന്ന് കൃത്യമായി നമുക്ക് അതിനുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അങ്ങനെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാലോ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കും, നമ്മളെ അത് മടിയനാക്കും, മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ഇടയാകും. ഒരു മികച്ച ഒരു ലീഡർഷിപ്പ് എന്ന സാധനം പോലും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അത് സോൾവ് ചെയ്യാനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കുക, അത് നമ്മൾ ചെയ്യുക. അഞ്ചാമത്തേതാണ് മികച്ച രീതിയിൽ ആരോഗ്യം പരിപാലിക്കണം എന്നത്. അതായത് താമസിച്ച് എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാഭാവികമായി എന്ത് ചെയ്യും? ആരോഗ്യ പരിപാലനം മോശമായി തരും. കാരണം എക്സസൈസുകൾ ചെയ്യണം, മികച്ച രീതിയിൽ നമ്മുടെ
വ്യക്തിശുചിത്വം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായ ഒരു ആരോഗ്യ പരിപാലനം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കൃത്യമായ ഒരു മെഡിക്കൽ ചെക്കപ്പും കൂടി ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു ആരോഗ്യ പരിപാലനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് രോഗങ്ങളായിക്കോട്ടെ, അത് മുൻപേ അറിയുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻ നമുക്ക് എടുക്കാനും നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിന് മുമ്പേ അറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും. അപ്പോൾ എന്തായിരിക്കും, ലോങ് ടൈം നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കും, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധനികരായി മാറുകയാണ്. ഇനി നമുക്ക് വരുന്ന ക്യാഷുമായി ബന്ധപ്പെട്ട്, നമുക്ക് വരുന്ന പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ധനവാനാകണം നോക്കാം. ഒന്നാമത്തത്, നമുക്ക് സേവിങ്സ് ഇല്ല എന്നത്. നമുക്ക് പല സോഴ്സിലൂടെ നമുക്ക് ക്യാഷ് വരുന്നുണ്ട്, എന്നാൽ പല തരത്തിൽ ഇത് സ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു തരത്തിലും നമുക്ക് സേവിങ്സ് ഇല്ല. സേവിങ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം കാര്യമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. കാരണം മരിക്കുന്ന സമയത്ത് ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സേവിങ്സും വേണ്ടല്ലോ എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു പ്രശ്നം എന്നത്, എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ക്യാഷ് ഇല്ലെങ്കിൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ആ അടിയന്തര സാഹചര്യം വരുമ്പോൾ ക്യാഷ് ഇല്ലാതെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് മുൻപേ നമ്മൾ സേവ് ചെയ്യണം. രണ്ടാമത്തതാണ് ഓവർ സ്പെൻഡ് ചെയ്യുന്നത്. പല തരത്തിൽ നമുക്ക് ക്യാഷ് വരുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം പല തരത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആവശ്യമുള്ളതും അനാവശ്യവുമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അനാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയണമെങ്കിൽ ഏത് പ്രൊഡക്റ്റാണോ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്, കുറച്ച് ദിവസം ഗ്യാപ്പ് എടുക്കാം, പല പ്രാവശ്യം ചിന്തിക്കുക ആവശ്യമാണോ എന്നത്. അപ്പോൾ പലതും നമുക്കധികം അവോയ്ഡ് ചെയ്യാൻ പറ്റും, ക്യാഷ് നമുക്ക് സേവിങ്സിലോട്ട് മാറ്റാൻ പറ്റും. ഇനി അത്യാവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുക തന്നെ വേണം. ആവശ്യമുള്ളതും വാങ്ങിക്കാം. ഇനി ആവശ്യമുള്ളത് പലപ്പോഴും നീട്ടി വെക്കാൻ പറ്റും. ആ ക്യാഷ് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൃത്യമായ ഒരു ബഡ്ജറ്റ് വേണം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് കൃത്യമായി അനലൈസ് ചെയ്യുകയും ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസത്തെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ അനാവശ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, അതേപോലെ തന്നെ എവിടെയൊക്കെ അമിതമായി ക്യാഷ് സ്പെൻഡ് ചെയ്തു. അത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, ക്യാഷ് സേവിങ്സിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. മൂന്നാമത്തത്, ഡെപ്റ്റിനെ കൃത്യമായി മാനേജ് ചെയ്യാതിരിക്കുക എന്നത്. ക്രെഡിറ്റ് കാർഡുകളായിരിക്കാം, പേഴ്സണൽ ലോണുകളായിരിക്കാം, ഹോം ലോണുകളായിരിക്കാം. എന്നാൽ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ലോണുകൾ എടുക്കുക. അനാവശ്യമായിട്ടുള്ള ലോണുകൾ എടുക്കരുത്. അനാവശ്യമായി ലോൺ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരും. തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു തലവേദന തന്നെയായിരിക്കും. മനസ്സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതിനെ കൃത്യമായി കൺട്രോൾ ചെയ്യണമെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡെപ്റ്റ് ഒഴിവാക്കുക. ഇനി അഥവാ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് മാനേജ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അവസാനമായിട്ട്, വാങ്ങിക്കുകയാണെങ്കിൽ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണം. ബാഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വാങ്ങിക്കരുത്. ഡിസ്കൗണ്ടുകളും ഓഫറുകളെല്ലാം കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് നമ്മൾ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളല്ലാത്ത ബാഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, ആ പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നാശമായിട്ട് വീണ്ടും വാങ്ങിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. സ്വാഭാവികമായി ലോങ് ടൈമിൽ ചിന്തിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ സർവീസിന് വേണ്ടി മാത്രമായിട്ട് വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ അതേ സമയത്ത് ഒരു ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത് അവിടെ കിടക്കുകയും ചെയ്യും ഒരു അസറ്റായിട്ട്. അല്ലാത്ത പക്ഷം ഇതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. വളരെ വലിയ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഒരു തരത്തിലുള്ള മനസ്സമാധാനവും ഇല്ല. അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങിക്കുക, അതിനുവേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ തലവേദനകൾ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും നമ്മുടെ ഡിസിപ്ലിൻ സമ്പന്നാവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.